എപ്പിസോഡ് 71 ഷാനവാസിനെ മെയിൽ ഷോവനിസ്റ്റ് എന്ന് ആദിലയും നൂറയും കൂടി മുദ്ര കുത്തിക്കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് വീണ്ടും ഉറപ്പിക്കുന്ന രീതിയിൽ ആ കാര്യം ഇന്ന് ഷാനവാസുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദില. അതിനുശേഷം ആദിലയും നൂറയും വീണ്ടും ആ ഒരു കാര്യം എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈവൻ നോമിനേഷൻ്റെ സമയത്ത്, അതായത് അതേ കാര്യം തന്നെ ആദില പറയുന്നുണ്ടായിരുന്നു. അത് ഷാനവാസിന് അറിയില്ലായിരിക്കും, പക്ഷേ അതാണ് യാഥാർത്ഥ്യം. ഷാനവാസിൻ്റെ യഥാർത്ഥ മുഖം അതാണ് എന്നൊക്കെ ആദില വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഷാനവാസ് ഭയപ്പെടുന്നത് പോലെ തന്നെ പുറത്ത് ആൾക്കാരുടെ ഇടയിലേക്ക് വരുന്നൊരു മെസ്സേജ്, ഷാനവാസിൻ്റെ ഭാവി ഇത്തരം കാര്യങ്ങൾ ബാധിക്കപ്പെടും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. വലിയ മാസ് ഹീറോ ആവാൻ ശ്രമിച്ച ഷാനവാസ് ഇന്ന് വിഡ്ഢി എന്ന് മുദ്ര കുത്തപ്പെട്ടിരിക്കുകയാണ്. അതായത് ടാസ്കുകൾ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, ടാസ്കുകൾ കുളമാക്കുന്നു. ഇങ്ങനൊരു തരത്തിലോട്ടേക്ക് ഷാനവാസിൻ്റെ കരിയർ എന്തായാലും സൈഡായി മാറിയതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതുപോലെ തന്നെ ഇന്ന് ആദിലയുടെ തെറ്റായ തീരുമാനം മൂലം ആര്യൻ തോറ്റിരിക്കുകയാണ്. അതായത് ക്യാപ്റ്റൻസി ടാസ്ക് ഇന്ന് കൊടുത്തിരിക്കുന്നത് റോപ്പ് പിടിച്ചിട്ടുള്ള സംഭവമാണ്. നമ്മളെല്ലാവരും കണ്ടിരിക്കാൻ ആണ് ആ സംഭവം സാധ്യത. നല്ല രസമായിട്ട് പോയ ഒരു ഗെയിമായിരുന്നു അനുമോളും ആര്യനുമായിട്ടുള്ള കോംബോ. അതുപോലെ തന്നെ അവിടെ മിണ്ടാപ്പൂച്ചയെ പോലെ നിന്നിരുന്ന സാബു മാൻ, അതായത് ബിഗ് ബോസിൻ്റെ സ്വന്തം സാബു മാനാണ് ആ നേട്ടം കൈക്കൊണ്ടത്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളും നമ്മുടെ ആര്യനൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വഴക്കുകളും സംഭവങ്ങളും കണ്ടൻ്റൊക്കെ ഉണ്ടാക്കി ആ ടാസ്ക് ഇങ്ങനെ നന്നായിട്ട് മുന്നേറി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മുടെ സാബുമാൻ എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് യാതൊരുവിധ ഒച്ചയും ഉണ്ടാക്കാതെ ഉരിയാടാതെ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സാബുമാൻ. ആ സാബുമാൻ അവസാനം ക്യാപ്റ്റൻസിയും കൂടി കൈക്കലാക്കി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്ത് വേണം? അടുത്ത വീക്ക് എന്തായിരിക്കും സാബുമാൻ്റെ മിണ്ടാട്ടമില്ലാത്ത ക്യാപ്റ്റനായിട്ടുള്ള പെരുമാറ്റം എന്ന് ആകാംക്ഷയോടെ കൂടി കാത്തിരിക്കുകയാണ് ഞാനും ആസ് എ പ്രേക്ഷകൻ. പക്ഷേ ഇന്ന് ആദില ഒത്താശ കളിച്ചു, അല്ലെങ്കിൽ ഒത്തു കളിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് ആര്യനെ മനഃപൂർവ്വം അനുമോള ഔട്ടായതിൻ്റെ ദേഷ്യത്തിൽ ആദിലയെ നമ്മുടെ ആര്യനെ മനഃപൂർവ്വം ഔട്ടാക്കിയതാണെന്ന് പറയേണ്ടി വരും. അതായത് നമുക്ക് ആദ്യം തന്നെ നോക്കുമ്പോൾ ലാസ്റ്റ് റൗണ്ടിൽ കാണാൻ കഴിയും സാബുമാൻ്റെ കൈ ഓൾറെഡി പകുതി വളഞ്ഞിട്ടാണുള്ളത്, ചെറിയ രീതിയിൽ വളഞ്ഞിട്ടാണ് ആ കൈ പോയിട്ടുള്ളത് എന്ന് കൃത്യമായി ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ആര്യൻ്റെ കൈ വളഞ്ഞ സെക്കൻഡ് ആര്യനെ പിടിച്ച് നേരെ ഔട്ടാക്കുകയും ആര്യൻ ഫ്രസ്ട്രേറ്റഡ് ആവുകയും അതിൻ്റെ പിന്നിൽ ചാടി ഓടി നമ്മുടെ ഈ ലക്ഷ്മിയുടെ ഓരോ ഫൈറ്റ്സും ക്യാരക്ടർ നോക്കിയാൽ മതി, സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കാനുള്ള കഴിവില്ല. എന്നാൽ വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഓടിച്ചെന്ന് തലയിടുക, വേണ്ടാത്തരം പറയുക, ഇതൊക്കെയാണ് ലക്ഷ്മിയുടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഡേ 1 തൊട്ട് തന്നെ ലക്ഷ്മി നമുക്ക് കാണിച്ചു തന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ ഒരു തരത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനത്തെ 29 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൺസിസ്റ്റൻസി ഇല്ല എന്ന് പറയേണ്ടി വരും. ഇന്നും ഒരു സ്റ്റാർ അവിടെ ഉയർന്നു വന്നിട്ടില്ല. അത് ബിഗ് ബോസിന് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന മെയിനായിട്ടുള്ള സംഭവങ്ങൾ എന്ന് വെച്ചാൽ ഇതൊക്കെയാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തി വെക്കണേ മക്കളെ.